നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നൈറ്റ് ഷിഫ്റ്റ്, മോർണിംഗ് ഷിഫ്റ്റ്, ICU ഷിഫ്റ്റ്, ഡബിൾ ഡ്യൂട്ടി, ട്രിപ്പിൾ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് ഡ്യൂട്ടിയോട് ഡ്യൂട്ടി ചെയ്ത് അതിന് കൃത്യമായ വേതനം മാത്രം ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം നഴ്സുമാർ, അവരുടെ ആവശ്യം അംഗീകരിക്കാത്ത സൂപ്രണ്ട്. മാത്രമല്ല, ഇവരുടെ ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് രാത്രിയെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ സമരം ചെയ്യുന്ന ആ നഴ്സുമാരെ പുച്ഛത്തോടു കൂടി മാത്രം സമീപിക്കുന്ന ഒരു സൂപ്രണ്ട്. മാത്രമല്ല, ഇത്രയും വേദന സഹിച്ചും വീട്ടിൽ പല ബുദ്ധിമുട്ടുണ്ടായിട്ടും സമരം ചെയ്യാൻ ഇറങ്ങുന്ന നഴ്സുമാർക്ക് ശമ്പളം കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും സമരം ചെയ്യുന്ന ആ നഴ്സുമാരുടെ നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ടുള്ള സംസാരവും അവരെ കളിയാക്കിക്കൊണ്ടുള്ള സംസാരവും കേട്ടാൽ മിണ്ടാതിരിക്കുമോ? സംസാരം കേട്ടാൽ മിണ്ടാതിരിക്കുക മാത്രമല്ല, ഒന്ന് വെച്ച് നോക്കിയാലോ പിന്നെ പറയേണ്ടതില്ല. മാലാഖമാർക്ക് സ്നേഹത്തോടു കൂടി ഒരു കുത്തു കൊടുക്കാൻ മാത്രമല്ല, നല്ല കരണം പൊളിച്ചുകൊണ്ട് അടി കൊടുക്കാനും അറിയാമെന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും വന്ന ആ ദൃശ്യം. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിനിടെ തള്ളാപ്പ് കൊയിലി ആശുപത്രിക്ക് മുൻപിൽ സംഘർഷം. ഉപരോധം സമരത്തിനിടെ കൊയിലി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ PK ഗംഗാധരൻ നായരും സമരം ചെയ്യുന്ന നഴ്സുമാരും തമ്മിൽ തെരുവിൽ ഉന്തും തള്ളുമാണ് ഉണ്ടായത്. നഴ്സുമാർ മണിക്കൂറുകളോളം സൂപ്രണ്ടിനെ തടഞ്ഞു വെക്കുകയും ചെയ്തു. ഒടുവിൽ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പോലീസിന്റെ സഹായത്തോടെ ഡോക്ടർ പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഇതിനിടയിൽ ഡോക്ടർ തങ്ങളെ മർദ്ദിക്കാൻ ശ്രമിച്ചതായി നഴ്സുമാർ ആരോപിക്കുകയാണ്. കണ്ണൂർ നഗരത്തിലെ മറ്റ് 5 പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലെ വേതന വർധനവ് സംബന്ധിച്ച സമരം ഒത്തുതീർപ്പാക്കിയെങ്കിലും കൊയിലി ആശുപത്രി മാനേജ്മെന്റ് മാത്രം കരാറിൽ ഒപ്പിടാൻ തയ്യാറാകാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കണ്ണൂരിലെ 6 പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ കഴിഞ്ഞ 2 മാസമായി ശമ്പള പരിഷ്കരണത്തിനായി ശക്തമായ സമരം നടത്തി വരികയായിരുന്നു. തുടർന്ന് ഇന്നലെ ജില്ലാ കളക്ടർ P വിഷ്ണുരാജ്, TO മോഹനൻ MLA എന്നിവരുടെ മധ്യസ്ഥയിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയും ചെയ്തു. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 5 ആശുപത്രികളിലെ സമരം ഒത്തുതീർപ്പായി. എന്നാൽ കൊയിലി ആശുപത്രി മാനേജ്മെന്റ് മാത്രം സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായതുമില്ല, ഈ ചർച്ചയിലും എത്തിയില്ല. ഇതോടെയാണ് മറ്റ് ആശുപത്രികളിലെ നഴ്സുമാർ കൂടി കൊയിലിക്ക് മുൻപിലേക്ക് സമരത്തിനായി എത്തിയത്. കഞ്ഞിവെപ്പ് സമരവും അടക്കമുള്ളവ നടത്തുകയായിരുന്നു നഴ്സുമാർ. മാനേജ്മെന്റിന്റെ കടുത്ത നിലപാടിനെതിരെ കൊയിലി ആശുപത്രിക്ക് മുൻപിൽ നഴ്സുമാർ രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സമരപന്തലിൽ നഴ്സുമാരുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി കഞ്ഞിവെച്ച് സമരം നടത്തിയത്. വൈകിട്ട് വരെ മുദ്രാവാക്യം വിളികളോടുകൂടി സമരം തുടരുകയും ചെയ്തു. കൂടുതൽ സംഘർഷ സാധ്യതകൾ ഒഴിവാക്കുന്നതിനായി കണ്ണൂർ ടൗൺ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നഴ്സുമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം ശക്തമായി തുടരുമെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. മാനേജ്മെന്റ് ആശുപത്രി ഒരു രോഗിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന തുക എത്രയാണെന്ന് കൃത്യമായി അറിയാമല്ലോ. ഒരു നഴ്സ് അവരുടെ അർഹതപ്പെട്ട ശമ്പളവും വേതനമാണ് ചോദിക്കുന്നത്, അല്ലാതെ ആരുടെയും ഔദാര്യമല്ല. ഇന്നും ഈ 26-ാം വർഷവും 2026-ലും സമരം ചെയ്താൽ മാത്രമേ അവനവന്റെ ആവശ്യം അല്ലെങ്കിൽ അവനവന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയൂ എന്ന ഘട്ടത്തിൽ പോലും ഇപ്പോഴും എത്തി നിൽക്കുകയാണ്. മാറി മാറി സർക്കാർ വന്നാലും ഒരു ദയയും ദാക്ഷിണ്യം ഇല്ലാതെയായി മാറുകയാണോ എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും സൂപ്രണ്ടിന് കണക്കിന് കിട്ടി.